ചോട്ട നേതാക്കൾ മുങ്ങുന്നു, കലിപ്പ് തീർക്കാൻ പോലീസ്. അടുത്തിടെയായി പോലീസിന് എതിരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യക്തികളുടെയും വെല്ലുവിളികളും മറ്റും വർദ്ധിച്ചു വരികയാണ്. സമൂഹ മാധ്യമങ്ങളടക്കം ഇങ്ങനെ പോലീസുകാരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുക, എന്നെ പിടികൂടിയ ഇയാളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തികൾ നടത്തുന്ന പോലീസുകാർക്കെതിരായിട്ടുള്ള ഭീഷണി, രാഷ്ട്രീയക്കാരുടെ ഭീഷണി, അങ്ങനെ പലതരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും കണ്ടുള്ളതാകും. ഈ ഒരു പ്രകടനം നടത്തുമ്പോൾ, ഒരു പ്രതിഷേധ പ്രകടനം നടക്കുമ്പോൾ അവിടുത്തെ നേതാവ്, ഒരു ചോട്ട നേതാവ് ചൂണ്ടിക്കാണിച്ച് പറയും, ആ നിൽക്കുന്ന SIയെ നിങ്ങൾ നോക്കി വെച്ചോളൂ, ഞങ്ങൾ ഭരണം മാറുമ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയോ പ്രസംഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥരൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം അവിടെ നിശബ്ദനായി സഹിച്ച് നിൽക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഈ അണികളെ ആവേശഭരിതരാക്കാൻ വേണ്ടി നേതാക്കൾ ചെയ്യുന്ന, ഈ ചോട്ട നേതാക്കൾ ചെയ്യുന്ന പരിപാടികളാണിത്. പക്ഷേ ഇപ്പോൾ ഇത് കളി കാര്യമായിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ BJP കൗൺസിലറും വാഴോട്ടുകോണം കൗൺസിലർ, അദ്ദേഹം കാപ്പ കേസിൽ പ്രതിയാണ്. 5 വധശ്രമം അടക്കം 19 കേസുകളിലെ പ്രതിയാണ് അദ്ദേഹം. R. സുഗതനാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ സുഗതനെ വീട് വളഞ്ഞിട്ടാണ് പോലീസ് പിടികൂടിയത്. അദ്ദേഹത്തിനെതിരായി കാപ്പ ചുമത്തി. അദ്ദേഹം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പോലീസിന് മുന്നിൽ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. വട്ടിയൂർക്കാവ് CI AC വിപിനും SI അജിത്തും അടങ്ങുന്ന സംഘമാണ് ഈ പറയുന്ന വാഴോട്ടുകോണം BJP കൗൺസിലർ R. സുഗതനെ വീട്ടിൽ നിന്ന് പിടികൂടിയത്. പോലീസിനെ കണ്ടപ്പോൾ ഇയാൾ മതിൽ ചാടി പോയി. പിന്നീട് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. സുഗതനെ പിടിച്ചതോടുകൂടി BJP പ്രവർത്തകരും RSS പ്രവർത്തകരും പോലീസിനെ പ്രതിരോധിക്കാനായി വളഞ്ഞു. വലിയൊരു ആൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടു. പോലീസിന് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടി. അവിടെ കൊണ്ട് നിന്നില്ല. പിന്നീട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച് നടത്തി. അവിടെ വെല്ലുവിളി. അതിനുശേഷം പിന്നീട് വീണ്ടും തീർന്നില്ല. SHOയുടെ വീട്ടിലേക്ക്, വട്ടിയൂർക്കാവ് SHOയുടെ വീട്ടിലേക്ക് യുവമോർച്ചയുടെ മാർച്ച്, അങ്ങനെ വീട്ടിലേക്ക് വരെ, പോലീസുകാരുടെ വീട്ടിലേക്ക് വരെ ഈ ചോട്ട നേതാക്കൾ അണികളെയും കൊണ്ടുവന്ന് വെല്ലുവിളിക്കുകയാണ്. നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ ഭരണം മാറുമ്പോൾ ഞാൻ കാണിച്ചു തരാം, മറ്റേതാണ് മറിച്ചതാണ്. അണികളെ ആവേശഭരിതരാക്കാൻ വേണ്ടി ഈ പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, നിയമം നടപ്പിലാക്കുന്ന ഈ പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുക, അവരെ കയ്യും കാലും തല്ലിയൊടിക്കുന്നു പറയുക, അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുക. ഇങ്ങനെ എത്രയോ രാഷ്ട്രീയ സംഭവങ്ങൾ ഈ ചോട്ട നേതാക്കളുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. ഇപ്പോഴും യൂട്യൂബ് നോക്കിയാൽ കാണാം. അങ്ങനെ ഈ ഫേസ്ബുക്ക് വഴിയും ഇത്തരം പ്രകടനങ്ങൾക്ക് ആവേശം പകരാനും ഒക്കെയായി ഈ പോലീസുകാരെ വെല്ലുവിളിക്കുകയും അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്താൽ ഇനി മുതൽ അങ്ങനെ അങ്ങ് വിടേണ്ടതില്ല എന്നാണ് DGP റവഡ ചന്ദ്രശേഖർ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. പോലീസുകാരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാൽ അവരെ ഏത് നേതാവായാലും, അത് രാഷ്ട്രീയം നോക്കാതെ, കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും CPM കാരനായാലും CPI കാരനായാലും ആരായാലും പിടിച്ചകത്തിടുക എന്നാണ് റവഡ ചന്ദ്രശേഖരന്റെ സർക്കുലർ പറയുന്നത്. രണ്ടാമതായി ഇത്തരം ഒരു സർക്കുലർ ഇറക്കാനുള്ള ഒരു പ്രകോപനം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. മെയ് 27-ാം തീയതി പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ആ റെയ്ഡ് നടത്തി തിരിച്ചു വന്ന ഉദ്യോഗസ്ഥരെ വലിയൊരു സംഘം, 300-ഓളം വരുന്ന CPM സംഘം ആക്രമിച്ചു. ആ കൂട്ടത്തിൽ പോലീസിന് നേരെയും ആക്രമണം ഉണ്ടായി. അവിടെ 2 FIR ആണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് EDയെ ആക്രമിച്ചതിന് പേരിലുള്ള ഒരു കേസ്. അതിൽ 26 പേർ ഇപ്പോൾ അകത്ത് കിടക്കുകയാണ്, ജാമ്യം കിട്ടാതെ. രാജ്യദ്രോഹ കുറ്റത്തിന് ഈ പറയുന്ന 26 പാവപ്പെട്ട CPM പ്രവർത്തകർ അകത്ത് കിടക്കുകയാണ്. വീണ വിജയനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നീടാണ് സഖാക്കൾക്ക് ബോധം വന്നത്, ഇത് പിണറായി വിജയന് വേണ്ടിയിട്ടല്ല, പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ പറയുന്ന EDയെ ആക്രമിച്ചത് എന്ന് സഖാക്കൾക്ക് പിന്നീടാണ് ബോധ്യം വന്നത്. ആ ബോധ്യം വന്നപ്പോഴേക്കും എല്ലാം കൈവിട്ടുപോയി. ഈ പറയുന്ന 26 പേർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെ അകത്തിട്ടിരിക്കുകയാണ്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് ജാമ്യം ലഭിക്കുന്നില്ല. ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ FIR പോലീസുകാരെ ആക്രമിച്ചു എന്നുള്ള FIR ആണ്. EDയെ ആക്രമിച്ചതിനുള്ള FIR. രണ്ടാമത് പോലീസുകാരെ, അന്ന് സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ചു എന്നുള്ള ഒരു FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് സമരം നടന്നാലും ഈ പോലീസുകാർക്കെതിരെ മെക്കിട്ട് കയറുന്ന ഒരു സ്വഭാവം, അത് ചോട്ട നേതാക്കൾ, വിദ്യാർത്ഥി സംഘടനയുടെ സമരമായാലും ശരി, യൂത്ത് ആരുടെ സമരമായാലും ശരി, തലമൂത്തവന്റെ സമരമായാലും ശരി, എന്ത് തന്നെയായാലും ഈ പാവപ്പെട്ട പോലീസുകാർക്ക് മേലാണ് ഇവരുടെയൊക്കെ കുതിരകയറ്റം. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അണികളെ ആവേശഭരിതരാക്കാൻ വേണ്ടി അവരെ അപമാനിക്കുകയാണ്. സത്യത്തിൽ ഈ പറയുന്ന മീഡിയയുടെ മുന്നിൽ അവരെ അവമാനിക്കപ്പെടുന്നു. ഇത്രയും
ഇത്രയും പേരുടെ മുന്നിൽ അവർ അവമാനിക്കപ്പെടുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവർ അവമാനിക്കപ്പെടുന്നു. അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നിന്നെ കൊല്ലും വെട്ടും, ഞങ്ങൾ ഭരണത്തിൽ വരട്ടെ, നിന്നെ കാണിച്ചു തരാം, നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടി നേതാക്കൾ കിടന്ന് ഒച്ചയിടുന്ന നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. അപ്പോൾ അത്തരം ചോട്ട നേതാക്കളെ കുടുക്കാൻ വേണ്ടി കർശന നിലപാടെടുത്തോളൂ എന്നാണ് DGP ഇന്ന് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. നിങ്ങൾ ധൈര്യമായി പൊക്കോളൂ. പോലീസുകാരുടെ DGP പറയുന്നത് ധൈര്യമായി നിങ്ങൾ മുന്നോട്ട്, നിങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാൽ ആരാണോ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നത് അവരെ പൊക്കി അകത്തിടുക. അത് ഇനി തടസ്സപ്പെടുത്തുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണെങ്കിൽ അവനെയും പൊക്കുക. അങ്ങനെ അങ്ങ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഞെളിയേണ്ട ആവശ്യമില്ല, അവനെ പൊക്കി അകത്തിടുക. കാരണം ഇത് ലോ ആൻഡ് ഓർഡറിന്റെ വിഷയമാണ്. അതുകൊണ്ട് ഡിജിറ്റൽ രംഗത്തൂടെയുള്ള ഭീഷണിയായാലും നേരിട്ടുള്ള ഭീഷണിയായാലും ഇനി അങ്ങനെ അങ്ങ് ചോട്ട നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ തലമൂത്ത നേതാക്കന്മാർക്കോ വന്ന് നിന്ന് നിന്നെ അകത്തിടും, നിന്നെ കാണിച്ചു തരാം, നീ മറ്റവനാണ് മറിച്ചവനാണ്, നീ അങ്ങനെ ഞങ്ങളെ അന്ന് അംഗതി ചെയ്തില്ലേ, ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന ഈ നേതാക്കളെ മുഴുവൻ കണ്ണടച്ച് പിടിച്ച് അകത്തിടാനാണ് ഈ സർക്കുലറിൽ DGP പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി വരുന്നുണ്ട്. ഈ പോലീസുകാർ സാധാരണ ജനങ്ങൾക്ക് മേൽ അമിത അധികാരം പ്രയോഗിക്കുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മുടെ കാർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുക, രേഖകൾ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുക. അപ്പോൾ നമുക്കത് മൊബൈലിൽ ഷൂട്ട് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം നമുക്ക് കൃത്യമായിട്ട് ബോധ്യം വേണം, ഇയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്കതിന് അവകാശം, നമ്മളതിന് പൊതുസ്ഥലത്ത് വെച്ച് അയാളെ ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമുണ്ട്. പക്ഷേ ആ അധികാരം കൂടി ഈ ഒരു സർക്കുലർ കവർന്നെടുക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ് പൊതുജനങ്ങളെ സംബന്ധിച്ചുള്ളത്. നമ്മൾ പലപ്പോഴും ഈ പോലീസുകാരുടെ പരസ്യമായിട്ടുള്ള ചോദ്യം ചെയ്യുന്ന ഒരു പൗരൻ നിലയിൽ പലപ്പോഴും ഇരയാകാറുണ്ട്. കുടുംബത്തോട് സഞ്ചരിക്കുമ്പോഴായിരിക്കും തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ ഇറങ്ങി വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ പറയുന്ന പോലീസുകാരൻ്റെ ഈ അട്ടഹാസം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ഇവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ സർക്കുലർ മൂലം ഹനിക്കപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക ഒഴിച്ചാൽ ഇത് തീർച്ചയായിട്ടും നല്ല ഒരു സർക്കുലർ തന്നെയാണ്. കാരണം നമ്മുടെ നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ട സത്യസന്ധരായിട്ടുള്ള പോലീസുകാരെ വീട്ടിൽ കയറി ആക്രമിച്ച് കളയുന്ന ഭീഷണിപ്പെടുത്തുക, അവരുടെ വീട് വളയുക, അവരുടെ വീടിന് മുന്നിൽ മാർച്ച് സംഘടിപ്പിക്കുക, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് വീടിൻ്റെ ഗേറ്റിലടക്കം വലിയ ഉപരോധം സൃഷ്ടിക്കുക, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ നിയമത്തോടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ മുളയിലെ തന്നെ നുള്ളേണ്ടതാണ്. പാർട്ടി നോക്കാതെ തന്നെ എല്ലാവരെയും പിടിച്ചകത്തേണ്ടതാണ്. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നേരെ, ഒരു പൗരന് നേരെ ഒരു പോലീസിന്റെ അതിക്രമം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഹനിക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു DGP റവട ചന്ദ്രശേഖരന്റെ ഈ ഒരു സർക്കുലറിനെ രണ്ട് കൈയും നീട്ടി നമുക്ക് സ്വീകരിക്കാം. അങ്ങനെയെങ്കിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് റവട ചന്ദ്രശേഖരന് കൈയടിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.